ഹായ് ഹാൾ, എൻ്റെ പേര് സെലീന. ഞാൻ ഈ കഴിഞ്ഞ 4th ഓഗസ്റ്റിനാണ് മെഡ്വെഞ്ചറിലൂടെ എൻ്റെ SPL എക്സാം ക്ലിയർ ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയാനുള്ളത് ഡോക്ടർ ആൻഡ്രൂ സാറിനോടാണ്. സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഒത്തിരി ഒരു ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുന്നത്. അതുകൊണ്ട് തന്നെ ബേസിക് അത്രയും സിമ്പിളായിട്ട് ഈവൻ ബേസിക് കാര്യങ്ങളും ബേസിക് ടോപ്പിക്സുകളും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വീണ്ടും സ്പെസിഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ആ ടോപ്പിക്സ് വീണ്ടും നമുക്ക് ഇതാണ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ്. പിന്നെ ഓരോ ഈ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയൊക്കെ സാറിൻ്റെ ചെറിയ ചെറിയ പോയിൻ്റ് ഔട്ടഡ് ആയിട്ടുള്ള നോട്ടുകൾ സാറ് പ്രത്യേകം എഴുതി വെക്കാൻ പറയുന്നത്, അങ്ങനെ നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് സാറിൻ്റെ ക്ലാസ്സുകൾ. പ്രത്യേകിച്ച് സാറിൻ്റെ അവതരണ ശൈലിയാണ് അത് എല്ലാവർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാവുന്നത്. കാരണം ഒത്തിരി ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ പഠിക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്ന രീതിയിലും സാറ് ഒത്തിരി ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് ഈ ക്ലാസ്സിന്. അതിന് പുറത്ത് ഇപ്പം എൻ്റെ മെൻ്ററായിട്ടുള്ള ജലീൻ മാം എപ്പോഴും എന്ത് സംശയം വരുമ്പോഴും ഞാൻ മാമിൻ്റെ അടുത്ത് ചോദിക്കും. മാം അത് വളരെ നന്നായിട്ട് ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്ന് എല്ലാ സമയത്തും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ മെഡ്വെഞ്ചറിൻ്റെ ഫയൽസ് എല്ലാം നമുക്ക് ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഈ ഫയൽസുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യവും നമുക്ക് ആ സാറിൻ്റെ ക്ലാസ് മൈൻഡിൽ വന്നിട്ട് ഫയൽസിലൂടെ നോക്കുമ്പോൾ നമുക്ക് അതൊക്കെ വളരെ സിമ്പിളായിട്ട് തോന്നും, ഓരോ ഫയൽസുകളും. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് മെഡ്വെഞ്ചറിൻ്റെ ക്ലാസ്സസ്. എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സാറിൻ്റെ ക്ലാസ് ആദ്യം നമ്മൾ നല്ല രീതിയിൽ കേൾക്കുക. ഓരോ ടോപ്പിക്സിനും സാറ് പറയുന്നുണ്ട് ആ ടോപ്പിക്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, ആ ടോപ്പിക്സിൽ ഏതെല്ലാം തരത്തിലാണ് ആ ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവൻ ഇപ്പം നമുക്ക് കേസസ് വരുമ്പോൾ ഒരു കേസ് എങ്ങനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്, ഒരു കാൽക്കുലേഷൻസ് വരുമ്പോൾ എങ്ങനെയാണ് ആ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ സാറ് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കൂടെ ആ ക്ലാസ്സിൻ്റെ കൂടെ തന്നെയുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ടൈം ഉള്ളതിനനുസരിച്ചിട്ട് 1 or 2 പ്രാവശ്യം നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ആ ബേസിക് നമുക്ക് ആ ക്ലാസ് എത്രത്തോളം മനസ്സിലായെന്ന് നമുക്ക് അറിയാൻ കൂടി നമുക്ക് ആ മോക്ക് ടെസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫയൽസുകൾ നോക്കാൻ തുടങ്ങിയാൽ ഒരു 1 month നമ്മൾ കൃത്യമായിട്ട് എക്സാമിന് ഡേറ്റ് എടുത്തതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ട് തന്നെ മാറ്റി വെക്കണം. എക്സാമിന് വേണ്ടി ഡേറ്റ് എടുത്തതിന് ശേഷം നമ്മൾ 1 month എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഫയൽസ് എല്ലാം നമ്മൾ റിപ്പീറ്റ്ലി പറ്റുന്ന അത്ര നോക്കുക. കാൽക്കുലേഷൻസ് ഫസ്റ്റിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് തോന്നും. ഇക്വേഷൻസ് ഒക്കെ നമ്മളൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. ഫോർ മീ എനിക്ക് വന്ന കാൽക്കുലേഷൻസ് എല്ലാം വളരെ സിമ്പിളായിരുന്നു. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്പിൾ നമുക്ക് ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ എളുപ്പമായിട്ടുള്ള കാൽക്കുലേഷൻസ് ആയിരുന്നു എനിക്ക് വന്നിട്ടുള്ളത്. ഒരു 30-35 ക്വസ്റ്റ്യനോളം കാൽക്കുലേഷൻസ് ആയിരുന്നു. നമുക്ക് അത് തന്നെ ആ പോർഷനിലുള്ള മാർക്ക് നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റി. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുള്ളത്. കുറച്ച് ഒരു 10 or 15 ക്വസ്റ്റ്യൻസ് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് വന്നു. കുറച്ച് കേസസ് എല്ലാം വളരെ സിമ്പിൾ കേസസ് ആയിരുന്നു, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നു. പക്ഷെ അതിൽ ഒരു ട്രിക്കി ആയിട്ടുള്ള കുറച്ച് കേസസുകൾ ഉണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാവാത്ത ബുദ്ധിമുട്ടല്ല, ഇതിൽ 2 ആൻസറിൽ ഏത് ചൂസ് ചെയ്യുന്നുള്ള ലെവലിൽ കുറച്ച് ട്രിക്കി ഒരു ക്വസ്റ്റ്യൻസ് കുറച്ച്. ബാക്കി നമുക്ക് മെഡ്വെഞ്ചറിൻ്റെ ഫയൽസ് പഠിച്ചാൽ തന്നെ നമുക്ക് ഒരു മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഇതെല്ലാം നമുക്ക് ആ ഫയൽസിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ടെൻഷനും വേണ്ട, വേറെ ഫയൽസിലോട്ടൊന്നും വേണ്ട. സാറിൻ്റെ ക്ലാസ്സും അഡ്വെഞ്ചറിൻ്റെ ഫയൽസും കേട്ടാൽ തന്നെ വളരെ ഈസി ആയിട്ട് എക്സാം പാസ്സാവുന്ന, ഫോർ മീ എനിക്ക് ഈസി ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്.